നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. പട്ടാമ്പിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് മൂസിന് മൂന്നാം ഊഴമോ? ചാനൽ വാർത്തകൾക്ക് പിന്നാലെ ഇടത് സൈബർ ഇടങ്ങളിൽ മൂസിന് വേണ്ടി മുറവിളി. 10 വർഷം കൊണ്ട് 1000 കോടിയുടെ വികസനം മണ്ഡലത്തിൽ നടപ്പാക്കിയെന്ന് മൂസ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. പെരിന്തൽമണ്ണയിൽ യോഗത്തിനെത്താത്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖാമൂലം കളക്ടറെ അറിയിക്കാൻ തീരുമാനം. ജനകീയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. മണ്ണാർക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വാഹനം നിർത്തുന്നതിന് പണം ഈടാക്കുന്നതിൽ പ്രതിഷേധം. നഗരസഭയിലേക്ക് ആവശ്യങ്ങൾക്ക് വരുന്നവരെ പാർക്കിംഗ് ഫീസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. ഇക്കാര്യം ബോധ്യപ്പെടുത്തിയാൽ ഫീസ് വാങ്ങില്ലെന്ന് സെക്രട്ടറി. മണ്ണാർക്കാട് നായാടിക്കുന്ന കൈതക്കുളം നവീകരണം നിർത്തിവെച്ചു. കയ്യേറ്റം ഒഴിപ്പിച്ച് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ശേഷം മതി കുളം നവീകരണമെന്ന് നാട്ടുകാർ. പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജനെ അനുസ്മരിച്ച് ജന്മനാട്. കരിമ്പുഴ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച നിരഞ്ജന്റെ പ്രതിമ VK ശ്രീകണ്ഠൻ MP നാടിന് സമർപ്പിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ്. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിന് മൂന്നാം ഊഴമോ? വിജയസാധ്യത കണക്കിലെടുത്ത് 2 ടേം MLA-മാരായവരിൽ ചിലരെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ CPI ആലോചന എന്ന വാർത്തകൾക്ക് പിന്നാലെ ഇടത് സൈബർ ഇടങ്ങളിൽ മൂസിന് വേണ്ടി മുറവിളി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമതും തുടർഭരണം ലക്ഷ്യമിട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് വേണ്ടി പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ വീണ്ടും മത്സര രംഗത്തുണ്ടാവുമോ? ജയസാധ്യത കണക്കിലെടുത്ത മുഹസിനെ വീണ്ടും പട്ടാമ്പിയിൽ മത്സരിപ്പിക്കാൻ CPI ആലോചന എന്ന ചാനൽ വാർത്തകൾക്ക് പിന്നാലെ ഈ വാദത്തിന് ശക്തി പകർന്ന മുഹസിനു വേണ്ടി ഇടത് സൈബർ ഇടങ്ങളിൽ മുറവിളി തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ 10 വർഷമായി പട്ടാമ്പിയുടെ MLA-യാണ് CPI-യിലെ യുവ നേതാവായ മുഹമ്മദ് മൂസിൻ. ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശിയായ മൂസിൻ 2015 കന്നിയംഗത്തിൽ തന്നെ പട്ടാമ്പിയിൽ വിജയിച്ചു കയറി. 3 തവണ പട്ടാമ്പിയുടെ MLA-യായ കോൺഗ്രസിലെ CP മുഹമ്മദിനെയായിരുന്നു ആദ്യ അംഗത്തിൽ പരാജയപ്പെടുത്തിയത്. പിന്നീട് 2020-ലും മൂസിൻ പട്ടാമ്പിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി. ആദ്യ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചായിരുന്നു 2ാം അംഗത്തിൽ മൂസിൻ പട്ടാമ്പിയിൽ ചെങ്കൊടി പാറിച്ചത്. കോൺഗ്രസിലെ യുവ നേതാവ് റിയാസ് മുക്കോളിയെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് നേരിട്ടിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മറികടക്കാൻ മൂസിൻ മത്സരിച്ചാൽ കഴിഞ്ഞേക്കുമെന്ന കണക്കുകൂട്ടൽ ഇടത് ക്യാമ്പുകളിലുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000 കോടി രൂപയുടെ വികസനം പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കിയെന്ന് മുഹസിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുമ്പൊരു കാലഘട്ടത്തിലും ഇല്ലാത്തതാണ് ഇതെന്നാണ് അവകാശവാദം. ജനങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ നാളിതുവരെ 10 വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എത്ര രൂപയുടെ എന്ന് ചോദിച്ചാൽ 1000 കോടിയിലധികം വരുന്ന തുകയുടെ വികസനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഒരു കാലത്തും ഇതുപോലെ നടന്നിട്ടില്ല. 1000 കോടിയുടെ വികസനം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി. 100 കോടിയുടെ വികസനം വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുണ്ട്. 100 കോടിയുടെ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ വാടനാംകുറിശി സ്കൂളിൽ 5 കെട്ടിടങ്ങളാണ്. ഏതെങ്കിലും കാലത്ത് വാടനാംകുറിശി സ്കൂളിൽ 5 കെട്ടിടങ്ങൾ വരുന്ന ഒരു കാലം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നാട്ടുകാരനാണെന്ന പരിഗണനയും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുമെല്ലാമാണ് മുഹസിനെ മൂന്നാം ഊഴത്തിനിറക്കാൻ മുന്നണിയെ പ്രേരിപ്പിക്കുന്ന ഘടകം. പട്ടാമ്പിയിൽ UDF-ന് കരുത്തുറ്റ സ്ഥാനാർത്ഥി വന്നാലും മൂസിനായാൽ വിജയസാധ്യതയുണ്ടെന്ന് ഇടത് ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം തന്നെയാവും ഇക്കാര്യത്തിൽ നിർണായകമാവുക. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച ചേർന്നു. പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു. യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങളും കൈക്കൊണ്ടു. യോഗത്തിനെത്താത്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖാമൂലം കളക്ടറെ അറിയിക്കാൻ യോഗം തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം കഴിഞ്ഞ 2 മാസങ്ങളിൽ പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നിരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം ജനുവരി 3-ന് ശനിയാഴ്ച വീണ്ടും താലൂക്ക് സഭ ചേർന്നു. താലൂക്കിലെ വിവിധ സർക്കാർ വകുപ്പുകളുടെ മേധാവികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമാണ് താലൂക്ക് സഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. പുതുതായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന്മാരുടെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗമായിരുന്നു ഇത്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ജുവൈരിയ, കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അബൂബക്കർ മാമ്പ്ര, പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുസലാം പാലത്തിങ്ങൽ, മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹംസ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹുസൈൻ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന തസ്നി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. താലൂക്ക് പരിധിയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എത്തിയില്ല. നജീബ് കാന്തപുരം MLA, ET മുഹമ്മദ് ബഷീർ MP യുടെ പ്രതിനിധിയായി AK മുസ്തഫ,
മഞ്ഞളാംകുഴി അലി MLA പ്രതിനിധിയായി ആഷിഖ് എന്നിവരും തഹസിൽദാർ വേണുഗോപാൽ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായി NP ഉണ്ണികൃഷ്ണൻ, ഹംസ പാലൂർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഉദ്യോഗസ്ഥ തലത്തിൽ വിവിധ വകുപ്പുകളുടെ മേധാവികൾ യോഗത്തിന് എത്തിയില്ല. പകരം പ്രതിനിധിയെ പറഞ്ഞയക്കാതെ നേരിട്ടുള്ള മേധാവികൾ തന്നെ യോഗത്തിന് എത്തണമെന്ന് NCP നേതാവ് ഹംസ പാലൂർ ആവശ്യപ്പെട്ടു. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ആകെ കിടക്കുന്ന 4-5 ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോഴാണ് ഒരു 10-12 ഉദ്യോഗസ്ഥന്മാരോട് എത്തിയത്. അത് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരല്ല, അവരെ റെപ്രസെൻറ്റേറ്റീവ് വന്ന ആൾക്കാരാണ്. ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് നജീബ് കാന്തപുരം MLA നിർദ്ദേശിച്ചു. ആരെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാകാൻ സമ്മതിക്കരുത്. അത് ഉത്തരവാദിത്തപ്പെട്ട മറുപടി പറയാൻ അതിന് അർഹരായിട്ടുള്ള അതിന് കഴിയുന്ന ആളുകളെ തന്നെ നമ്മൾ നിർബന്ധിക്കും. അത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. യോഗത്തിൽ ഉയർന്ന ആവശ്യങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പിൽ 2000-ലധികം ഡോക്ടർമാരുടെ നിയമനം നടത്തിയപ്പോൾ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് ഒരൊറ്റ ഡോക്ടറെയും അനുവദിക്കാത്തത് ഏറെ ഗൗരവമായ കാര്യമാണെന്നും ആശുപത്രിയിലെ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ തസ്തികകളുടെ കാര്യത്തിലും ഇതാണ് സ്ഥിതിയെന്നും പ്രശ്നപരിഹാരത്തിനായി നടപടി വേണമെന്നും സാമൂഹ്യപ്രവർത്തകൻ കുറ്റീരി മാനുപ്പ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂറോളജിസ്റ്റ് വിഭാഗം ഡോക്ടറെയും ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിൽ മാസത്തിൽ ഒട്ടനേകം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ജില്ലാ ആശുപത്രിയായ പെരിന്തൽമണ്ണ ആശുപത്രിക്ക് അത്യാവശ്യമായ ഫോറൻസിക് സർജനെയും ആവശ്യപ്പെട്ട് ഈ കേന്ദ്രത്തിൽ ഒന്നും നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. നിലവിൽ 2 കൊല്ലത്തോളമാണ് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ ഫോറൻസിക് സർജൻ അവിടെ ജോയിൻ ചെയ്തു പോകുന്നത്. വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് 4 വർഷത്തിലധികമായി 8ഓളം ഡയാലിസിസ് മിഷൻ പ്രവർത്തിച്ച ജില്ലാ ആശുപത്രി ഡയാലിസിസ് കേന്ദ്രത്തിൽ പേരിന് പോലും ഒരൊറ്റ സ്റ്റാഫിനെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല. 2 മാസം മുമ്പ് കേരളത്തിലെ മിക്ക താലൂക്ക് ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിന് ആവശ്യമായ എണ്ണം 4 ഡയാലിസിസ് ടെക്നീഷ്യന്മാരടക്കം കൊടുത്ത സ്ഥലങ്ങളുണ്ട്. എണ്ണം ഡയാലിസിസ് ടെക്നീഷ്യനെ നിയമിച്ച് എങ്കിലും അവിടെയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ ആരോഗ്യവകുപ്പ് തഴഞ്ഞു. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വടക്കേ നടയുടെ ഭാഗത്തുകൂടി ഒഴുകിപ്പോകുന്ന ചെറുപുഴയിൽ മാലിന്യം തള്ളുന്ന പ്രശ്നം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന തസ്നി യോഗത്തിൽ പരാതിപ്പെട്ടു. ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നവർ ഈ ആറാട്ടുകടവിലെ പുഴയിൽ നിന്നും കുളിക്കുന്നതിനാൽ അവർക്ക് ചൊറിച്ചിലും മറ്റും അനുഭവപ്പെടുന്നതായി വൈസ് പ്രസിഡന്റ് മുബീന തസ്നി വ്യക്തമാക്കി. അത് കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് അവിടെ മാലിന്യം സെപ്റ്റിക്കാണ്ട് തുറന്നു വിട്ട അവസ്ഥയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടി ഇങ്ങനെ പല പോലെ വന്നിട്ടുണ്ട്. അവിടെ പിന്നെ ധാരാളം ആളുകൾ ക്ഷേത്രക്കടവിലവിടെ പിന്നെ പൂജാരിമാർ ക്ഷേത്രത്തിൽ അവിടെ അവർ മുങ്ങി കുളിച്ചിട്ട് കയറിയിട്ട് വേണം അവർ ബാക്കിയുള്ള ആചരണങ്ങൾ നടത്താൻ, ബാക്കിയുള്ള കാര്യങ്ങളും അവരാ ചെയ്യുന്നത്. പക്ഷെ അവിടെ മുങ്ങി കുളിച്ചിട്ട് അതിനുശേഷം അവിടെ അടുത്തുള്ള കിണറിൽ പോയിട്ട് പിന്നെ അവിടെ ദേഹത്തോട് വെള്ളം ഒഴിച്ചിട്ട് വേണം അവർക്കുള്ള ആചാരങ്ങൾ നിറവേറ്റാൻ. അത് മാത്രമല്ല, അവർക്ക് അതിൽ മുങ്ങി കുളിച്ചതിന് ശേഷം ആ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ചൊറിച്ചിലും കാര്യങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. മാലിന്യം പരന്നൊഴുകുന്ന പുഴയിൽ വലിയ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. മത്സ്യവും ചത്തുപൊങ്ങുന്നു. പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. താലൂക്ക് സഭയിൽ മുമ്പ് വിഷയം അവതരിപ്പിച്ചതാണെന്നും അന്ന് പരിഹാരം കൈക്കൊണ്ടില്ലെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത TG പറഞ്ഞു. പാലത്തിൻ്റെ അവിടെ പോയി നോക്കിയാൽ അറിയാം, കറുത്ത നിറത്തിലുള്ള വെള്ളമാണ്. കഴിഞ്ഞ വർഷം താലൂക്ക് സഭയിൽ ഞാൻ ശ്രദ്ധപ്പെടുത്തിയതായിരുന്നത്. അന്ന് അന്വേഷിക്കാം അതിനുള്ള ടീമിനെ വെച്ചിട്ട് പെരുന്നാളിൻ്റെ ഒരു ടീമും നമ്മുടെ അങ്ങാടിപ്പുറത്തുനിന്ന് ടീമും കൂടി ചേർന്നിട്ട് ഒരു സംയുക്ത പരിശോധന വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം കറുത്ത വെള്ളമാണ് വരുന്നത്. അത് എങ്ങനെ വരുന്നത് എവിടെ നിന്നുള്ളത് കുറച്ച് നമ്മുടെ വാർഡ് മെമ്പർ കഴിഞ്ഞ വർഷം പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. കറുപ്പ് നിറത്തിൽ ഓരോ എല്ലാത്തിനും ഹോട്ടലുകളിൽ നിന്നൊക്കെ വരുന്ന ഓട്ടകൾ ഒന്നിച്ച് നടന്നു നോക്കിയാൽ കാണാൻ 2 സൈഡിൽ കൂടി ഇതിലേക്കാണ് വരുന്നത്. ആ വെള്ളം ഇതായിട്ടാണ് ചുറിച്ചിലും ഇത് വരുന്ന പോലെ ഓരോ പാലത്തിൻ്റെ താഴെ എത്തുമ്പോൾ വെള്ളം അങ്ങനെ പൊന്തിയിട്ടൊരു സാധനം കാണാൻ പറ്റും. അത് തിന്നുന്ന മീനുകൾ അപ്പം ചത്തു കൊണ്ടുള്ള വീഡിയോ ഇപ്പോൾ ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഉചിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രശ്നപരിഹാരത്തിന് ജനുവരി 6-ന് പ്രത്യേക യോഗം ചേരും. ജനപ്രതിനിധികൾ, റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെയും പെരിന്തൽമണ്ണ നഗരസഭയുടെയും അധികൃതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. വിവിധ വകുപ്പുകൾ കഴിഞ്ഞ മാസത്തിൽ സ്വീകരിച്ച നടപടികൾ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി റോഡിൽ ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്ന് തഹസിൽദാർ A. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് നഗരസഭയിലേക്ക് വരുന്നവരുടെ വാഹനം നിർത്തുന്നതിന് പണം ഈടാക്കുന്നതിന് എതിരെ പ്രതിഷേധം. ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നുണ്ട്. നഗരസഭയിലേക്ക് ആവശ്യങ്ങൾക്ക് വരുന്നവരെ പാർക്കിംഗ് ഫീസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം നഗരസഭാ കാര്യാലയത്തിന് മുൻവശത്ത് വാഹനം നിർത്തുന്നതിന് ഫീസ് ഈടാക്കുന്നുണ്ട്. നഗരസഭയിലേക്ക് വരുന്നവരുടെ വാഹനങ്ങളും ഇവിടെയാണ് നിർത്തുന്നത്.
വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന സാധാരണക്കാർ ഉൾപ്പെടെയുള്ള വാഹനം നിർത്തുന്നതിനും പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ന്യായീകരിക്കാനാവില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതേസമയം നഗരസഭയുടെ സ്ഥലത്ത് വാഹനങ്ങൾ നിർത്തിപ്പോകുന്നത് പതിവായ സാഹചര്യത്തിലാണ് പാർക്കിംഗ് ഫീ ഏർപ്പെടുത്തിയതെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചു. എന്നാൽ നഗരസഭയിലേക്ക് വരുന്നവരിൽ നിന്ന് ഫീസ് ഈടാക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല. നഗരസഭയിലേക്കാണ് വരുന്നതെന്ന് ബോധ്യപ്പെടുത്തിയാൽ ഫീസ് വാങ്ങില്ലെന്നും സെക്രട്ടറി പറഞ്ഞു. മണ്ണാർക്കാട് നായാടിക്കുന്ന കൈതക്കുളം നവീകരണം നിർത്തിവെച്ചു. കയ്യേറ്റം ഒഴിപ്പിച്ച് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ശേഷം മതി നവീകരണമെന്ന ആവശ്യത്തെ തുടർന്നാണ് നവീകരണം നിർത്തിവെച്ചത്. 20 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരണം തുടങ്ങിവെച്ചത്. നിലവിൽ കൈതക്കുളം മണ്ണാർക്കാട് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ല. പൊതുക്കുളം എന്ന നിലയിലാണ് നവീകരണത്തിന് തുക അനുവദിച്ചതും നവീകരണം ആരംഭിച്ചതും. എന്നാൽ 19 സെന്റ് വിസ്തീർണമുണ്ടായിരുന്ന കുളം നിലവിൽ 9 സെന്റ് മാത്രമാണുള്ളതെന്നാണ് നാട്ടുകാരുടെ പരാതി. കയ്യേറിയ മുഴുവൻ സ്ഥലവും തിരിച്ചുപിടിച്ച ശേഷം മതി നവീകരണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും പരാതി നൽകിയതോടെയാണ് വിഷയം രാഷ്ട്രീയമായത്. നവീകരണം പൂർത്തിയായാൽ പിന്നീട് കയ്യേറ്റം ഒഴിപ്പിക്കാൻ സാധ്യമല്ലെന്നാണ് പരാതിക്കാരുടെ അഭിപ്രായം. ഇതേ തുടർന്നാണ് ആരംഭിച്ച നവീകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിൽ അന്നത്തെ കൗൺസിലറായിരുന്ന കെ മൻസൂർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മുൻ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പദ്ധതിക്ക് 20 ലക്ഷം രൂപ അനുവദിച്ചത്. കുളം നവീകരണത്തിന് തുക വകയിരുത്തുന്നതിനു മുമ്പ് നഗരസഭയുടെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. പാതിവഴിയിലായ കൈതക്കുളം നോക്കുകുത്തിയായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ പ്രതിമ നാടിനായി സമർപ്പിച്ചു. തുടർന്ന് എലമ്പലാശ്ശേരിയിലെ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. 2016 പഠാൻകോട്ട് ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ 10ാമത് അനുസ്മരണ സമ്മേളനമാണ് ശനിയാഴ്ച നടന്നത്. സ്മൃതി മണ്ഡപമായ എലമ്പലാശ്ശേരിയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ച് നിർമ്മിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ പ്രതിമ ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP നാടിന് സമർപ്പിച്ചു. അതിനുശേഷം പഠാൻകോട്ടിലുണ്ടായ ആ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആദ്യ വാർത്ത പുറത്തു വന്നപ്പോൾ ഒരിക്കലും നമ്മൾ ആരും കരുതിയിട്ടില്ല അത് നിരഞ്ജനായിരിക്കും എന്നുള്ളത്. നിമിഷങ്ങൾക്കകം തന്നെ ആ വാർത്ത വന്നതോടുകൂടി നമ്മൾ ഈ പ്രദേശവാസികളും അദ്ദേഹത്തെ അറിയുന്നവരും കുടുംബാംഗങ്ങളൊക്കെ വലിയ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ശ്രമിച്ചത്. ഈ സമയം പൊതുപ്രവർത്തകനായ ഒരുപാട് പേര് വന്ന കൂട്ടത്തിൽ ഞാനുണ്ട്. അന്ന് ആ മൃതദേഹം വഹിച്ചുകൊണ്ട് പട്ടാളക്കാർ ഇവിടെ വരുന്നു. ഈ നാടാകെ വിറങ്ങലിച്ച് നിന്ന ഒരു സന്ദർഭം ഞാൻ ഓർക്കുക. പക്ഷേ എല്ലാവരും വളരെ അധികം വിങ്ങിപ്പൊട്ടി ഹൃദയഭേദകമായിട്ടുള്ള സങ്കടം പങ്കുവെക്കുമ്പോൾ അവിടെ അചഞ്ചലനായി നിന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം നിരഞ്ജന്റെ പിതാവ് ശ്രീ ശിവരാജൻ. വരുന്നവരെല്ലാവരെയും അദ്ദേഹം തന്നെ ആശ്വസിപ്പിക്കുന്നതും വളരെ അഭിമാനത്തോടു കൂടി തൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് പലരും പരിചയപ്പെടുന്നതും എല്ലാം കണ്ടാകാണ്. ഈ 10 വർഷം കഴിഞ്ഞ് വരുമ്പോഴും അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായി വളരെ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നമ്മളോടൊപ്പം ഈ അനുസ്മരണ ചടങ്ങിലുണ്ട്. അന്ന് മുതൽ ആഗ്രഹിച്ചതാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ എല്ലാവരുടെയും സമഫലമായി ഒരു സ്മാരകം വേണം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് തെങ്ങിൻതോട്ടം, ലക്കിടി കുഞ്ചൻ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ, പി ഹരിഗോവിന്ദൻ, എക്സ് സർവീസസ് ലീഗ് ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ, നിരഞ്ജന്റെ കൂടി സർവീസ് ചെയ്തിരുന്ന സൈനിക ഓഫീസർമാർ, വിമുക്ത ഭടന്മാർ, ട്രസ്റ്റ് ചെയർമാൻ, കടമ്പഴിപ്പുറം മണ്ണാർക്കാട് ബ്ലോക്കുകളിലെ എക്സ് സർവീസസ് ലീഗ് ഭാരവാഹികൾ, പ്രവർത്തകർ, മഹാത്മാ ട്രസ്റ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ, NCC, സ്കൗട്ട്, SPC വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. എലമ്പലാശ്ശേരി വായനശാല പരിസരത്ത് നിന്ന് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൈനികർ, വിമുക്ത ഭടന്മാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ എലമ്പലാശ്ശേരി കരുണ AP സ്കൂളിലെ ബാൻഡിന്റെ അകമ്പടിയോടെയാണ് പ്രതിമണ്ഡപത്തിലെത്തിയത്.
തുടർന്ന് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിന്റെ രക്തദാന ക്യാമ്പും അഹല്യ കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും നടന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. കൂടുതൽ വാഹനത്തിരക്കുള്ള റോഡിൽ നിന്നും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ മാനുവൽ സംവിധാനം വഴി ഗ്രീൻ സിഗ്നൽ തെളിയിച്ച് വാഹനങ്ങളെ കടത്തിവിടും. ട്രാഫിക് SI VA കബീറിന്റെ നേതൃത്വത്തിൽ ട്രയൽ റൺ നടത്തിയ ശേഷമാണ് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചത്. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ആയിഷ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. 13 വർഷം മുമ്പ് ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും വാഹനക്കുരുക്കിന് ഇടയാക്കുന്നുവെന്ന പരാതി ഉയർന്നതോടെ സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഭാഗത്തു നിന്നും മാനുവൽ സ്വിച്ച് അമർത്തി ഗ്രീൻ സിഗ്നൽ ലൈറ്റ് തെളിയിച്ച് വാഹനങ്ങളെ വേഗത്തിൽ കടത്തിവിടാവുന്ന സംവിധാനത്തോടെയാണ് ഇപ്പോൾ സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കുന്നത്. ജംഗ്ഷനിലെ 4 റോഡുകളിൽ നിന്നും നിശ്ചിത സെക്കൻഡുകൾ സമയം ഗ്രീൻ സിഗ്നൽ ലൈറ്റ് തെളിയുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാം. എന്നാൽ കൂടുതൽ വാഹനത്തിരക്കുള്ള റോഡിൽ നിന്നും വാഹനങ്ങളെ മാനുവൽ സ്വിച്ച് ഓണാക്കി ഗ്രീൻ സിഗ്നൽ ലൈറ്റ് തെളിയിച്ച് ഉടനെ പോകാൻ അനുവദിക്കും. ട്രാഫിക് SI VA കബീറിന്റെ നേതൃത്വത്തിലാണ് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ച് തുടങ്ങിയത്. ഇന്ന് മുതൽ അതായത് ആയിഷ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ഓണാക്കിയിരിക്കുകയാണ്. അത് മുന്നേ അത് ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇപ്പോൾ അത് മാനുവലാക്കിയിട്ടുണ്ട്. പോലീസ് അതിനെ തിരക്കുള്ള ഭാഗത്ത് നിയന്ത്രിച്ച് ആ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള സംവിധാനം ഇതിലുണ്ട്. തിരക്കുള്ള ഭാഗത്തേക്ക് ട്രാഫിക് പെട്ടെന്ന് ഒഴിവാക്കാനും അതുകൊണ്ട് മറ്റുള്ള ഭാഗത്ത് തിരക്ക് കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നുള്ളതാണ് ഒരു നേട്ടം. പിന്നെ ജനങ്ങൾ ഫ്രീ ലെഫ്റ്റുകാർ അതെടുത്ത് പോകേണ്ടതാണ്. വണ്ടികൾ ഫ്രീ ലെഫ്റ്റ് നോക്കി പോകണം. അതിന് നമ്മൾ ഒരു തടസ്സം ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതുകൊണ്ട് പൊതുജനങ്ങൾ ഈ പരിസരത്ത് 100 മീറ്റർ ചുറ്റളവിൽ പാർക്കിംഗ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. എല്ലാവരും നമ്മളോട് സഹകരിക്കുക. ഇത് കുറേ കാലം മുടങ്ങി കിടന്നതാണ്. പിന്നെ ഇത് മാനുവൽ സിസ്റ്റം ഉണ്ടാക്കിയതുകൊണ്ട് അത് നമ്മൾ ട്രയൽ റൺ നടത്തുകയാണ്. ഇത് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. സക്സസ് ആക്കാൻ പറ്റും. കാരണം തിരക്കുള്ള ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ സ്വിച്ച് മാനുവലായിട്ട് ഓൺ ചെയ്തിട്ട് തിരക്കുള്ള ഭാഗത്ത് സിഗ്നൽ ട്രാഫിക് പെട്ടെന്ന് സുഗമമാക്കി വിടാനുള്ള സജ്ജീകരണം ഇതിൽ നടത്തുന്നുണ്ട്. എല്ലാവരും ജനങ്ങൾ സഹകരിക്കുക. വാഹനക്കുരുക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന പെരിന്തൽമണ്ണയിലെ ഒരു ജംഗ്ഷനാണ് കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷൻ. മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും കൂടുതൽ റൂട്ടുകളിലേക്ക് ബസ്സുകൾ പോകുന്നത് ഈ ജംഗ്ഷൻ വഴിയാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് ജംഗ്ഷൻ പെടുന്നത്. ജംഗ്ഷനിൽ 200 മീറ്ററിനുള്ളിൽ റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഈ ജംഗ്ഷനിലെയും ട്രാഫിക് ജംഗ്ഷനിലെയും സിഗ്നൽ ലൈറ്റുകൾ രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. കടമ്പഴിപ്പുറം ആലങ്ങാട് ഉണ്ണിയമ്പത്ത് അമ്പലപ്പാടം പാടശേഖരത്തിൽ കവുങ്ങിൻ തൈകൾ സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ച സംഭവം. കർഷക സംഘം വില്ലേജ് കമ്മിറ്റി അമ്പലപ്പാറ സെന്ററിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM ഏരിയ സെന്റർ അംഗം K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കിണറ്റിങ്ങൽ സുലൈമാൻ, സൗദ പാറയ്ക്കൽ എന്നിവരുടെ 3 വർഷം പ്രായമായ 600ഓളം കവുങ്ങിൻ തൈകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കർഷക സംഘം കടമ്പഴിപ്പുറം വില്ലേജ് കമ്മിറ്റി അമ്പലപ്പാറ സെന്ററിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചത്. CPM ഏരിയ സെന്റർ അംഗം K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ സഖാവ് P ഭാസ്കരൻ ജയിച്ചത് ഈ നാട്ടിലെ സുമനസ്സുകളായ മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ പിന്തുണ ഭാസ്കരന്റെ വിജയത്തിന്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ദുഷ്ടശക്തികളാണ് രാത്രിയുടെ മറവിൽ ഇത്തരമൊരു കൊടുംപാതകം ചെയ്തത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ആലമ്പാറയിൽ ഇതാദ്യമാണ്. കഴിഞ്ഞൊരു വർഷം മുമ്പാണ് പൂക്കോട്ടുകാവിൽ ഒരു കർഷകന്റെ ആയിരക്കണക്കിന് വാഴകൾ ഇതുപോലൊരു അർദ്ധരാത്രി വെട്ടി നശിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരാഴ്ച മുമ്പ് 1 ലക്ഷം രൂപയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അവിടെ പോയി ആവശ്യപ്പെട്ടത്. ആ വാഴ അതേപടി നിലനിൽക്കണമെങ്കിൽ 1 ലക്ഷം രൂപ തരണമെന്നാണ്. ആ കൃഷി ഉടമ ഒരു അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകനാണ്. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു കൊട്ടേഷൻ, അതിനുവേണ്ടി 1 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്നറിയിച്ചതിൻ്റെ
2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ കൃഷിക്കാരൻ്റെ 500ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കപ്പെട്ടു. കൃത്യമായി ശ്രീശോരം പോലീസ് സ്റ്റേഷനിൽ ആ കൃഷിക്കാരൻ സംശയം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത്. പക്ഷെ വേണ്ട രീതിയിലുള്ളൊരു അന്വേഷണം അന്ന് പോലീസിൻ്റെ ഭാഗത്തുണ്ടായില്ല. അവർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾക്ക് തെളിവ് കിട്ടിയില്ല എന്നാണ്. കർഷക സംഘം വില്ലേജ് ട്രഷറർ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കൃഷ്ണൻകുട്ടി, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി രമേശ് ബാബു, ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ്, CPM ലോക്കൽ സെക്രട്ടറി കെ ശ്രീവത്സൻ, പഞ്ചായത്ത് അംഗം ദിലീപ് കുമാർ, ഒ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പട്ടാമ്പി നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സാരഥികളെ ഷാൾ അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചുകൊണ്ടായിരുന്നു സ്വീകരണം ഒരുക്കിയത്. പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, കൗൺസിലർമാരായ P വിജയകുമാർ, ഗിരിജ P, TP ഉസ്മാൻ, സംഗീത പ്രമോദ്, CS സുരേഷ്, ജിതേഷ് മോഴിക്കുന്നം തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. ഏകോപന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും AKG SMA പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ V മൊയ്തു ഹാജി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം EP അബ്ദുൾ ജബ്ബാർ, യൂണിറ്റ് ട്രഷറർ KA അബ്ദുലൈസ് എന്നിവർ സംസാരിച്ചു. ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സ്വീകരണ ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ജനപ്രതിനിധികൾക്ക് അവർ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം സ്വീകരണം നൽകുന്നവരുടെ പട്ടികയിൽ അതിൽ വ്യാപാരികൾ ഉണ്ടാകണമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ തീരുമാനം നമ്മൾ ഏറ്റെടുത്തത്. അതിനൊരു കാരണം, നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്ത് വേറിട്ട് നിൽക്കുകയും മറ്റു 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത ജീവിത നിലവാര സൂചികയിലെ ഏത് അളവുപോലെടുത്ത് പരിശോധിച്ചാലും കേരളം എന്ന സംസ്ഥാനം ഒരു പടി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഒറ്റപ്പാലം തോട്ടക്കര മോളുകുറിശി അയ്യപ്പൻകാവിലെ ഉത്സവാഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ഉത്സവാഘോഷ പരിപാടികൾ വൈകിട്ട് 6-ന് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ MK ജയസുധ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ആദർശാൻ, ആദിത്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഡബിൾ തായമ്പക, കലാശൈലം നൃത്തക്ഷേത്രത്തിന്റെ നൃത്തസന്ധ്യ എന്നിവ ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ടാണ് കലാപരിപാടികൾ നടക്കുക. ചൊവ്വാഴ്ച തായമ്പക നൃത്തസന്ധ്യ, ബുധനാഴ്ച മേളം, നാടൻപാട്ട്, ദൃശ്യാവിഷ്കാരം, പച്ചപ്പനന്തത്ത എന്നിവ നടക്കും. ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8-ന് ഡബിൾ തായമ്പക, പകൽ 3-ന് ക്ഷേത്രത്തിൽ നിന്ന് മാത്തൂർമനയിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തുടർന്ന് താലം കൊളുത്തി പാണ്ടിമേളത്തിൻ്റെയും ഗജവീരൻ്റെയും അകമ്പടിയോടെ വൈകിട്ട് 6-ന് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ശേഷം മായന്നൂർ രാജുവിൻ്റെ പ്രമാണത്തിൽ പാണ്ടിമേളമുണ്ടാകും. 7:30-ന് വയനാട് MTS അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 4 മുതൽ 8-ാം തീയതിയോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ സമാപനം ഉള്ളത്. നാളെ മുനിസിപ്പൽ ചെയർപേഴ്സൺ MK ജയസുധ വൈകുന്നേരത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിശാം വാർഡിലെ കൗൺസിലർ TK ശാരിക പങ്കെടുക്കുന്നുണ്ട്. വലിയ ഗംഭീരമായിട്ടുള്ള വലിയ ഇതല്ലെങ്കിലും പ്രോത്സാഹിപ്പകവനെ സംബന്ധിച്ചിട്ട് ഒരു എല്ലാ വർഷവും തുടർച്ചയായി നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായിക്കൊണ്ടാണ് നടത്തുന്നത്. ജനുവരി മാസം 4-ാം തീയതി വൈകിട്ട് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ജയസുധ നിർവഹിക്കുന്നു. തുടർന്ന് നടന്മാരെ ചുറ്റുവിളക്ക് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തായമ്പക ഉൾപ്പെടെ ഉണ്ട്. എടുത്തു പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ 4-ാം തീയതി കലാശൈല നൃത്ത ക്ഷേത്രയുടെ നൃത്തസന്ധ്യ, അതിനുശേഷം പിന്നെ 5-ാം തീയതി പരിപാടികൾ 6, 7, 8 ഒരു ഗാനമേളയും അതുപോലെ നാടൻകാട്ട് തുടങ്ങിയ പരിപാടികളോടുകൂടി സമാപനം.
ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ശിവദാസ്, സെക്രട്ടറി പി മുരളീധരൻ, ട്രഷറർ എസ് സനീഷ്, മാനേജർ വി സേതുമാധവൻ, വൈസ് പ്രസിഡന്റുമാരായ കെ വേണുഗോപാൽ, കെ പ്രസന്നൻ, കെ പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. കുമരമ്പത്തൂർ എടേരം മഹലിലെ ദർസിന്റെ 30ാം വാർഷികം ആഘോഷിച്ചു. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യയും നേടണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജാമിയ ഹസനിയ പ്രിൻസിപ്പൽ കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം പറഞ്ഞു. എടേരം മഹലിൽ 30 വർഷമായി പ്രവർത്തിക്കുന്ന ദർസിൽ നിരവധി വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കിയത്. മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഈ ലോകത്തും പരലോകത്തും വിജയം നേടാനാവുമെന്ന് ഉദ്ഘാടനം ചെയ്ത കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചായിരിക്കുന്ന അത്യുന്നതമായ പദവിയിലേക്ക് മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ എത്തി. എന്താ കാരണം? മതപരമായതായിരിക്കുന്ന വിജ്ഞാനം പഠിച്ചപ്പോൾ ഇരു ലോകത്തും വിജയിക്കുന്ന പദവിയിലേക്ക് എത്തിപ്പോയി. മറ്റൊക്കെ ഭൗതികമായതായിരിക്കുന്ന പഠനം, ഭൗതികമായതായിരിക്കുന്ന നേട്ടം അവിടെ അവസാനിക്കുകയാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മതപരമായതായിരിക്കുന്ന വിജ്ഞാനം നേടിയപ്പോൾ ഇരു ലോകത്തും വിജയിക്കാനുള്ളതായിരിക്കുന്ന പാതയിൽ മികച്ച സംഭാവനകൾ അർപ്പിക്കാൻ കഴിഞ്ഞു. ഇന്നും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഓർക്കുകയും അദ്ദേഹം രചിച്ചായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യും. കേന്ദ്ര മുഷാവറ അംഗം പൊന്മള മുഹിയുദ്ദീൻ കുട്ടി ബാക്കവി അധ്യക്ഷത വഹിച്ചു. ദർസിന് നേതൃത്വം നൽകുന്ന ഷൗക്കത്ത് അലി സഖാഫിയെ ചടങ്ങിൽ ആദരിച്ചു. മുസ്തഫ സഖാഫി തെന്നല, നൌഷാദ് അൽ ഹസനി, ഹൈദർ അലി ഫൈസി എടേരം, ലുക്മാൻ സഖാഫി തെങ്കര എന്നിവർ പ്രസംഗിച്ചു. സയ്യിദ് ശിഹാബുദ്ദീൻ അഹദൽ മുത്തനൂർ തങ്ങൾ ദുആയ്ക്ക് നേതൃത്വം നൽകി. തിരുവാതിരയുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളിൽ ഒന്നാണ് ചോഴിവരവ്. ഷൊർണൂർ കാരക്കാട് ദേശച്ചോഴി ആചാരങ്ങളോടെ ഇത്തവണയും വീടുകളിലെത്തി. ശിവന്റെ ഭൂതഗണങ്ങളാണ് ചോഴികൾ എന്നാണ് സങ്കല്പം. ഭൂതഗണങ്ങളായി വേഷം കെട്ടിയ കുട്ടികളും മുത്തിയമ്മ, പട്ടർ, ചിത്രഗുപ്തൻ, കാലൻ എന്നിവരായി വേഷമിട്ട മുതിർന്ന ആളുകളും വാദ്യക്കാർ, കൊമ്പുകാർ എന്നിവരുമാണ് ചോഴികളിൽ ഉണ്ടാവുക. ധനുമാസത്തിലെ മകീരം, തിരുവാതിര നാളുകളിൽ രാത്രിയിലും പുലർച്ചെയുമാണ് ഇവർ വീടുവീടാന്തരം കയറിയിറങ്ങി നൃത്തം കളിക്കുക. ഉണങ്ങിയ വാഴയിലകൾ ദേഹത്ത് മുഴുവൻ വച്ചുകെട്ടുന്നതാണ് ചോഴിയുടെ വസ്ത്രധാരണ രീതി. ചോഴികളി പാട്ടുകൾ കൂടുതലും രാമായണ മഹാഭാരത കഥകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നാടൻ പാട്ടുകളുമുണ്ട്. പാട്ടും കളിയും കഴിയുമ്പോൾ വീട്ടുകാർ അരിയും പഴവും ഇളനീരും ദക്ഷിണയുമെല്ലാം നൽകി സംഘത്തെ യാത്രയാക്കും. ഷൊർണൂർ കാരക്കാട് ദേശച്ചോഴി ആചാരങ്ങളോടെ ഇത്തവണയും വീടുകളിലെത്തി. പാട്ടുകണ്ടത്തിലാണ് ചോഴി കെട്ടിയത്. അതിനുശേഷം കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കളിച്ച് പിന്നീട് കാരക്കാട് ദേശത്തെ വീടുകളിൽ കയറിയിറങ്ങി. രാത്രി 7 മണിക്ക് തുടങ്ങിയ ചോഴിക്കളി പുലർച്ചെ വരെ നീണ്ടു. കാരക്കാട് ദേശ ചോഴിക്ക് ഉപയോഗിക്കുന്ന കോപ്പ് 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പത്തിൽ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാൻ ഹിക്മ കളക്ഷൻസ് ഇടത്തനാട്ടുകര കോട്ടപ്പള്ളയിൽ കപ്പൊങ്ങൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. എൻ ഷംസുദ്ദീൻ MLA, KSHM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ഡോക്ടർ കെ മഹഫൂസ് റഹീം എന്നിവർ ചേർന്ന് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. വെഡ്ഡിംഗ് പാർട്ടി വെയേഴ്സും സ്ഥാപനത്തിലുണ്ട്. എല്ലാം പുതുപുത്തൻ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പത്തിനൊപ്പം ചേരാൻ ഹിക്മ കളക്ഷൻസ് ഇടത്തനാട്ടുകര കോട്ടപ്പള്ളയിൽ പ്രവർത്തനം ആരംഭിച്ചു. എൻ ഷംസുദ്ദീൻ MLA, KSHM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ഡോക്ടർ കെ മഹഫൂസ് റഹീം എന്നിവർ ചേർന്ന് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു.
എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയറിലേക്കുള്ള ഹിക്മ കളക്ഷൻസിന്റെ സാമ്പത്തിക സഹായം MLA നൽകി. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായി. ഓൺലൈൻ ബിസിനസ്സിൽ ഇവർക്ക് അത് നടത്തിയിട്ടുള്ള പരിചയമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഒരു പുതിയ ഷോറൂമുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഒരു നാടിൻ്റെ വിജയം എന്ന് പറയുന്നത് വാണിജ്യ വ്യവസായ രംഗത്തുള്ള കുതിപ്പും വാണിജ്യ വ്യവസായ രംഗത്തുള്ള മുന്നേറ്റവുമാണ്. അപ്പം ബിസിനസ് സംരംഭങ്ങൾ കൂടുതലായി വരിക, ആ വരുന്ന സംരംഭങ്ങളൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നാട്ടിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ കൂടി പ്രതീകമാണ്. സൽവാർസുകളുടെയും ഇമ്പോർട്ടഡ് വസ്ത്രങ്ങളുടെയും വലിയ ശേഖരമാണ് ഹിക്മയിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പാർട്ടി വെയേഴ്സിന്റെ വിപുലമായ ശേഖരവും ഇവിടെയുണ്ട്. വിവിധ കഫ്തൻസുകളുടെയും മെറ്റീരിയൽസുകളുടെയും വലിയ കളക്ഷൻ കൂടിയാണ് ഹിക്മ. ജയ്പൂർ കോട്ടൺസ്, ഹിജാബ്സ്, നൈറ്റി എന്നിവയുടെ വലിയ ശേഖരം ഹിക്മയിലുണ്ട്. കൗമാരക്കാരുടെ ട്രെൻഡിംഗ് സ്ഥാപനം തന്നെയാകും ഹിക്മ കളക്ഷൻസ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നത് പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത്. അതായത് എത്നിക് വെയർസ്, പാർട്ടി വെയർ, ജയ്പൂർ മെറ്റീരിയൽസ്, വെസ്റ്റേൺ ടൈപ്പ്, അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ്, അങ്ങനത്തെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ വേണം ആ രീതിയിൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ പെർഫ്യൂം, ആക്സസറീസ്, ഇപ്പോൾ കുറച്ച് ട്രെൻഡി ആയിട്ട് പോകുന്നൊരു ടൈമാണ് ആക്സസറീസിൻ്റെ. അപ്പോൾ ആ രീതിയിലുള്ള കളക്ഷൻസ് എല്ലാം നമുക്ക് വരുന്നുണ്ട് ഇവിടെ. നമ്മുടെ ലൊക്കേഷൻ എവിടെയെന്ന് വരുന്നത് വെച്ചാൽ എടത്തനാട്ടുകര കാപ്പുങ്കൽ കോംപ്ലക്സിലാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മുടെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഹിക്മ കളക്ഷൻസ് എന്നാണ്. ട്രെൻഡിംഗ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ എടത്തനാട്ടുകരയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഹിക്മ കളക്ഷൻസ്. ഷോർട്ട് ന്യൂസ് നോക്കാം. കല്ലുവഴി ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. ശിവശക്തി കൈകൊട്ടിക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിരയിൽ 50ഓളം പേർ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് തിരുവാതിരയ്ക്ക് തുടക്കമായത്. കല്ലുവഴി ശിവശക്തി കൈകൊട്ടിക്കളി സംഘം ശ്രീദേവി ഉദയൻ ചിട്ടപ്പെടുത്തിയ തിരുവാതിരയിൽ 50ഓളം പേർ പങ്കെടുത്തു. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തിരുവാതിരക്കളിയിൽ അണിനിരന്നു. ശ്രീ
ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ തിരുവാതിര ആഘോഷം സംഘടിപ്പിച്ചു. തേലക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ വാർഡ് മെമ്പർ P. രജനി ഉദ്ഘാടനം ചെയ്തു. സജീന്ദ്രൻ KC, MM സാവിത്രി, സതി നമ്പീശൻ, രാജഗോപാലൻ, മാധവിക്കുട്ടി, രമ KV, ഷീബ V എന്നിവർ പ്രസംഗിച്ചു. തിരുവാതിര ചടങ്ങുകളും പാതിരാപ്പൂച്ചൂടലും ഉണ്ടായി. വിഭവസമൃദ്ധമായ തിരുവാതിര വിഭവങ്ങളും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ്. പട്ടാമ്പിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് മൂസിന് 3ാം ഊഴമോ. ചാനൽ വാർത്തകൾക്ക് പിന്നാലെ ഇടത് സൈബർ ഇടങ്ങളിൽ മൂസിന് വേണ്ടി മുറവിളി. 10 വർഷം കൊണ്ട് 1000 കോടിയുടെ വികസനം മണ്ഡലത്തിൽ നടപ്പാക്കിയെന്ന് മൂസ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. പെരിന്തൽമണ്ണയിൽ യോഗത്തിനെത്താത്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖാമൂലം കളക്ടറെ അറിയിക്കാൻ തീരുമാനം. ജനകീയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. മണ്ണാർക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വാഹനം നിർത്തുന്നതിന് പണം ഈടാക്കുന്നതിൽ പ്രതിഷേധം. നഗരസഭയിലേക്ക് ആവശ്യങ്ങൾക്ക് വരുന്നവരെ പാർക്കിംഗ് ഫീസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. ഇക്കാര്യം ബോധ്യപ്പെടുത്തിയാൽ ഫീസ് വാങ്ങില്ലെന്ന് സെക്രട്ടറി. മണ്ണാർക്കാട് നായാടിക്കുന്ന കൈതക്കുളം നവീകരണം നിർത്തിവെച്ചു. കയ്യേറ്റം ഒഴിപ്പിച്ച് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ശേഷം മതി കുളം നവീകരണമെന്ന് നാട്ടുകാർ. പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജനെ അനുസ്മരിച്ച് ജന്മനാട്. കരിമ്പുഴ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച നിരഞ്ജന്റെ പ്രതിമ VK ശ്രീകണ്ഠൻ MP നാടിന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.